ശബരിമല സന്നിധാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതം. 5ാം ദിനമായ ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ഇന്നലെ 60,000-ലധികം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിയത്. തിരക്കിന് ചെറിയ ശമനമുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നട അടയ്ക്കുക. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് വീണ്ടും നട തുറക്കും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, സ്വാമി ശരണം. സന്നിധാനത്ത് രാവിലെ പുലർച്ചെ 3 മണിക്ക് തന്നെ നട തുറന്നിരിക്കുന്നു. ഇപ്പോൾ മനോജ് നിൽക്കുന്നത് 18ാം പടിക്ക് താഴെയാണ്. അയ്യപ്പ ഭക്തർ അങ്ങോട്ടേക്ക് സന്നിധാനത്തേക്ക് വലിയ തിരക്ക് ഇന്ന് ഇല്ലാതെ തന്നെ ദർശനം സാധ്യമാകുമെന്ന് തോന്നുന്നു, അല്ലേ? അവിടെ മഴ പെയ്യും എന്നുള്ള ഒരു കാലാവസ്ഥ മുന്നറിയിപ്പും ഉണ്ടായിരുന്നല്ലോ. എന്താണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ, മനോജ്? വിനോദ്, പുലർച്ചെ തന്നെ മഴയും ഉണ്ട്. എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ 18ാം പടിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം 60,000-ഓളം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. ഇന്നും സമാന രീതിയിൽ തന്നെ ഭക്തജനങ്ങൾ ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസത്തിന് മുൻപ് തന്നെയാണ് വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് തിരക്കിനൊരു ശമനമുണ്ടായി. ഇപ്പോഴും ഈ 18ാം പടിയിലെ ഈ ഒരു തിരക്കാണ് നമ്മൾ കാണുന്നത്. ഒരേ സമയം തന്നെ 80-ലധികം പേരാണ് 18ാം പടിയിലൂടെ കയറി പോകുന്നത്. പോലീസുകാരും അവരെ മുകളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് ഇരുമുടിക്കെട്ടുമായി വ്രതം നോറ്റുകൊണ്ട് ഓരോരുത്തരും ഇങ്ങോട്ട് അയ്യപ്പനെ ദർശിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് എത്തുന്നത്. അവരൊക്കെ തന്നെ പുലർച്ചെ അതായത് 3 മണിയോടുകൂടി നട തുറന്നു. അതിനുശേഷമാണ് ഓരോ ഭക്തജനങ്ങളും ഈ ദർശനത്തിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നവരിൽ രാത്രി വൈകി വന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് രാവിലെയുള്ള ദർശനം കഴിഞ്ഞ് മടങ്ങും. എന്തായാലും ഭക്തജനങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ തന്നെ ഓരോ വർഷവും നമുക്കറിയാം കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത്, അയ്യപ്പനെ ദർശിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങൾ ആദ്യ ദിനം മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് വഴിയും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും ഒക്കെ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു, അധികൃതരുടെ കണ്ണു തുറപ്പിച്ചിരുന്നു. ഏതായാലും അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ അവരോരോരുത്തരും ഇപ്പോൾ ഈ 18ാം പടി കയറി പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അതിൽ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെയുണ്ട്. എല്ലാവരെയും സഹായിക്കാനായി പോലീസുകാരെ ഇരുവശങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട്. പരിചയ സമ്പത്തുള്ള പോലീസുകാരെയാണ് ഇത്തവണ ഈ 18ാം പടിയിൽ നിയോഗിച്ചിട്ടുള്ളതെന്നാണ് അധികൃതരൊക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് സാധാരണയായി ഈ 18ാം പടിയിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ കൃത്യമായും പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇവിടെ നിയോഗിക്കേണ്ടത്. കാരണം നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. അവരൊക്കെ ഈ 18ാം പടിയിലേക്ക് ഈ തിരക്കിന് ഇടയിലൂടെ കയറുമ്പോൾ അവരെ കൃത്യമായും തന്നെ മുകളിലേക്ക് എത്തിക്കേണ്ട, അതായത് മറ്റൊരു അപകടവും കൂടാതെ 18ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം അത് പോലീസുകാർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായും 15 മിനിറ്റ് ഇടവിട്ട് ഒരു ഡ്യൂട്ടി ചേഞ്ച് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60,000-ഓളം ഭക്തജനങ്ങളെത്തി. ഇന്നും സമാന രീതിയിൽ, അതായത് ഒരു ദിവസം 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നത്. പിന്നീട് സ്പോട്ട് ബുക്കിങ്ങിലൂടെ 10,000 ഭക്തജനങ്ങൾക്ക് കയറാൻ സാധിക്കും. ഇതിൽ തന്നെ ചെറിയ മാറ്റം വരുത്തുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. കാരണം കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് വെർച്വൽ ക്യൂ വഴി എത്തിക്കുവാനുള്ള ഒരു ശ്രമം അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാധാരണയായി നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് 90,000 പേരെ മലയിലേക്ക് വെർച്വൽ ക്യൂ വഴി എത്തിക്കാമെന്ന്, അല്ലെങ്കിൽ അവർക്ക് വരാമെന്നുള്ള കാര്യം. എന്നാൽ അതിൽ നിന്നും 70,000-ലേക്ക് ചുരുക്കിയ കാര്യം അതൊക്കെ തന്നെ കോടതി ഈ സ്പെഷ്യൽ കമ്മീഷണറിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്തായാലും അത്തരത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് അടക്കം ഇതിലേക്ക് കൂടുതൽ ഭക്തജനങ്ങളെ ഈ വെർച്വൽ ക്യൂ വഴി എത്തിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ദർശനം നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കുമെന്നുള്ള ഒരു വിവരമൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ആ 18ാം പടിയും ശരണമന്ത്ര മുഖരിതമാണ്. ഓരോ ഭക്തജനങ്ങൾ അവർ അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വ്രതം നോറ്റുകൊണ്ട് ആ കലിയുഗവരുതനെ കാനനവാസനെ കാണുവാൻ വേണ്ടി ശരണമന്ത്രങ്ങളോടുകൂടി
ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഇതിൽ മുൻ വർഷക്കാലങ്ങളെ അപേക്ഷിച്ച് ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ശബരിമലയിലേക്ക് എത്തുന്ന ആദ്യ വർഷമാണ്. ആ ഒരു വർഷം തന്നെയാണ് നമുക്ക് ഓരോ ദിവസത്തെയും തിരക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണയായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒരു ദിവസവും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ ഒരു തിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തിരക്കിന് വലിയൊരു ശമനമുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവരും അതോടൊപ്പം സ്പോട്ട് ബുക്കിങ്ങിലൂടെ വരുന്നവരും മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. അതായത് ഈ അടുത്ത മാസം 5-ാം തീയതി വരെ, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അടുത്ത മാസം 5-ാം തീയതി വരെയൊക്കെ ഈ സ്ലോട്ടുകൾ മുഴുവനായി കഴിഞ്ഞു. അതിലേക്ക് ബുക്ക് ചെയ്യാൻ പറ്റാതെ സ്പോട്ട് ബുക്കിങ്ങിൽ ആശങ്കയുള്ള നിരവധി ഭക്തജനങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അവരൊക്കെ തന്നെ കാത്തിരിപ്പിലാണ്. ഇനി എന്നാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ശബരിമലയിലേക്ക് വരാൻ സാധിക്കുക എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും നിരവധി പേർ ഇനിയും ശരണമന്ത്രങ്ങളോടുകൂടി തന്നെ വ്രതത്തോടുകൂടി തന്നെ കാത്തിരിപ്പാണ്. കാനനവാസന കാണുവാൻ വേണ്ടി നമുക്ക് ഇവിടെ കുഞ്ഞയ്യപ്പന്മാരെ കാണാം. അവരൊക്കെ ഇഴിമുടിക്കെട്ടുമായി കന്നിമല ചവിട്ടുന്നവരുണ്ട്. അങ്ങനെ മാസപൂജയ്ക്കും ഈ മണ്ഡലകാലത്തുമൊക്കെ എത്തുന്ന അയ്യപ്പന്മാരുണ്ട്. അവരൊക്കെ തന്നെ ഒരേ ലക്ഷ്യത്തോടുകൂടി സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നുള്ള ഒരേ മന്ത്രത്തോടുകൂടി ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ തന്നെയാണ് ഓരോ വർഷക്കാലവും ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയുടെ മനോജ്, അതേപോലെ തന്നെ അവിടെ സന്നിധാനത്ത് മഴ പെയ്യുന്നുണ്ടല്ലോ. കാലാവസ്ഥാ വിവരങ്ങൾ കൂടി, കൊച്ചുകുട്ടികൾ, പ്രായമായവർ ഒക്കെ മല ചവിട്ടി എത്തുന്നു. അപ്പോൾ ഈ മഴ അയ്യപ്പ ഭക്തരെ കൂടുതൽ വലയ്ക്കുന്നുണ്ടോ മനോജ്? രാവിലെ മുതൽ ചെറിയ രീതിയിലൊരു മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ഭക്തജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഭക്തരെല്ലാം കൂടെ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അവരൊക്കെ നടപ്പന്തലിൽ നിന്നും ഈ 18-ാം പടിയിലേക്ക് കയറുകയാണ്. ഈ 18-ാം പടിക്ക് മുകളിൽ തന്നെ മേൽക്കൂരയുണ്ട്. അതോടൊപ്പം നടപ്പന്തലിലും മേൽക്കൂരയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക്, മല ചവിട്ടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് മഴ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഭക്തജനങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. കാലാവസ്ഥ ഏത് രീതിയിലായാലും സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നുള്ള ആ ഒരു ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തജനങ്ങൾ ആ ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വിരിവയ്ക്കുവാനുള്ള ബുദ്ധിമുട്ട്, അതിൽ കൃത്യമായി മേൽക്കൂര ഉള്ള സ്ഥലങ്ങളല്ലെങ്കിൽ വിരിവയ്ക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും രാവിലെ മുതൽ ചെറിയ രീതിയിൽ മഴ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു ഭക്തജന സഹസ്രങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമ്പോൾ അത് ഒരൊറ്റ വികാരത്തോടു കൂടി സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നുള്ള ഒരൊറ്റ മന്ത്രത്തോടു കൂടി ഇങ്ങോട്ടേക്ക് ഓരോരുത്തരായി എത്തുകയാണ്. എന്തായാലും നേരത്തെ വിനോദം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ കാലാവസ്ഥ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ തന്നെ ആരും മഴ വലിയ ബുദ്ധിമുട്ടായി നമ്മളോട് പറഞ്ഞിട്ടില്ല. എങ്കിലും സ്വാഭാവികമായും ഈ വിരിവെക്കുവാനുള്ള ബുദ്ധിമുട്ട് അത് ഉണ്ടാകും. തീർച്ചയായും സന്നിധാനത്ത് പുലർച്ചെ മുതൽ തന്നെ അയ്യപ്പ ഭക്തർ ഒഴുകിയെത്തുന്നു. മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും അയ്യനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അതൊന്നും ഒരു തടസ്സമായി വരുന്നില്ല. പ്രായമായവർ, കൊച്ചുകുട്ടികൾ അടക്കം നിരവധി ഭക്തജനങ്ങൾ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് എത്തുന്നു. ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭക്തർ അതൊന്നും ഒരു പ്രയാസമായി കരുതാതെ അയ്യനെ കണ്ടു തൊഴാനുള്ള ആഗ്രഹ നിവൃത്തിക്കായി സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും മനോജ്.